ഇപ്പോൾ ദീപകിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, ഈ മാതാപിതാക്കളുടെ പരാതിയിലാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എത്രയും വേഗം പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കണമെന്നും ഇവർ രാജ്യം വിട്ട് പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്നുമൊക്കെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നു. ഇവർ കസ്റ്റഡിയിൽ ആയിട്ടുള്ള വിവരം കുടുംബം അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും അവരുടെ കുടുംബം അറിഞ്ഞിട്ടുണ്ട്. കുടുംബം നേരത്തെ തന്നെ വലിയ തരത്തിൽ ആവശ്യമായി തന്നെ ഇത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം തങ്ങളുടെ മകന്റെ മരണത്തിനിടയാക്കിയത് ഇത്തരത്തിലുള്ള സംഭവമാണ്. അതിന് കാരണക്കാരിയായ ആളെ പെട്ടെന്ന് തന്നെ കസ്റ്റഡി എടുക്കണമെന്നും അതോടൊപ്പം തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ആവശ്യമായിരുന്നു അവർ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും അവർ അതേ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ ദീപകിന്റെ അമ്മയും അച്ഛനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സന്തോഷമായി ഞങ്ങൾക്ക്. ആ സന്തോഷം മാത്രം പോരാ, അവൾ നല്ല ശിക്ഷ അനുഭവിക്കണം. അവൾ പുറത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പുറത്തു പോകാനുള്ള ഇത് അനുവാദം കിട്ടരുത്. അതിന് ജാമ്യോ എന്ത് ഇതായും കൊടുക്കാതെ അവളെ ജയിലിൽ തന്നെ അടച്ചിടണം. നിങ്ങളുടെ ശക്തമായ ആവശ്യം പോലീസ് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. അതന്നെ വേണ്ടത്. ഇനിയിപ്പം ഇതേമാതിരി വേറെ ഒന്നും ആർക്കും ഉണ്ടാവാൻ പറ്റില്ല. ആളുടെ മമ്മി ഭാര്യയ്ക്കും എനിക്കും വന്ന മാതിരി മറ്റുള്ള വീട്ടുകാർക്കും കുടുംബത്തിനും അങ്ങനെ സംഗതി വരാൻ പാടില്ല. അതിന് തക്കതായ ശിക്ഷ കൊടുക്കുക വേണം. ഇത് പറഞ്ഞിട്ട് പുറത്തു വിടാൻ പാടില്ല. ഈ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം കോടതിയിൽ കൊടുത്തിരുന്നു. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് പെട്ടെന്ന് തന്നെ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? മുൻകൂർ ജാമ്യ കൊടുക്കരുത് ഉറപ്പായിട്ടും. ഇനി ഒരു അച്ഛനമ്മക്കും ഈ പെണ്ണിഞ്ഞ് പുറത്ത് വന്ന് അന്യം ചെയ്യും. അതിനെ കൊണ്ട് അതിനെ പുറത്തിറക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കസ്റ്റഡി എടുത്തിരിക്കുന്ന സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഈ പോലീസിനോട് എന്താണ്, ഈ അന്വേഷണ സംഘത്തോട് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? പോലീസ് ഇത്ര വേഗം ആ കുട്ടീനെ കണ്ടുകിട്ടിയതിന് സന്തോഷം. അതാ വേണ്ടത്. അതിനെക്കൊണ്ട് അതിനുള്ള തക്കതായ ശിക്ഷ കുട്ടിക്ക് അതാ ഞാൻ പറയാനുള്ളത്. അച്ഛന് കൂടുതൽ എന്താ പറയാനുണ്ടോ? എല്ലാം നമ്മള് പറയും. എന്താ വെച്ചാല് അവളെ പുറത്തേക്ക് വിടരുത്. അവളെ ഞങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരിച്ച് ഞങ്ങൾക്ക് അത്രയും വലിയൊരു സന്തോഷമായിരുന്നു. അവള് ഞങ്ങളെ കുടുംബം ഒന്ന് കാണണ്ട. കാരണം അവള് കണ്ടിട്ടില്ലല്ലോ ഞങ്ങളെ കുടുംബം. അച്ഛനും അമ്മ എങ്ങനെ ഇരിക്കുന്നത് എന്താ ഏതാണെന്നും അവൾ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവളൊന്ന് വന്ന് കാണണം ഞങ്ങളെ കുടുംബം. അത് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിച്ച് അത്രയും നല്ല സന്തോഷം ഞങ്ങൾക്ക്. കുറച്ച് കാര്യങ്ങളൊന്നൊക്കെ പറയാനും ഉണ്ടായിരുന്നു. അവൾ കാണും വേണ്ടിയിരുന്നു. അപ്പോൾ അതൊരു ഇതുണ്ടായിരുന്നു. എന്തായാലും വലിയ സങ്കടത്തിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കസ്റ്റഡി അടക്കം എടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ആശ്വാസകരമാണ് എന്നുള്ളതാണ്. കാരണം ഈ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ അനുഭവം എന്താണ് എന്ന് അവർ നേരിട്ട് തന്നെ വന്ന് കാണണം. കാരണം തങ്ങൾക്ക് അത്താണിയായ ഒരു മകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. അല്ല, ഇനി സാധാരണവർക്കൊക്കെ വരുന്ന മാതിരി ഹാർട്ട് അറ്റാക്ക് വരിക അങ്ങനത്തെ ഒന്നും വരൂലേക്കില്ലേ കുറ്റവാളിക്ക്? എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സുഖവാസത്തിന് കടത്തുക അങ്ങനത്തെ ഒന്നും വരൂലേക്കില്ലേ? വരൂലെന്ന് വിചാരിക്കുന്നു. ജാമ്യത്തിൽ വിടുന്ന പരിപാടി ഇല്ല. അത് ശരിക്കും നമുക്ക് ശിക്ഷ കൊടുക്കേണ്ട വേണം. ജയിൽ ശിക്ഷ ശരിക്കും കൊടുക്കണം. അതാണ് ഞങ്ങളടുത്ത് പറയാനുള്ളത്. ഇനി അങ്ങനെ വരാൻ പാടില്ല. വളരെ സന്തോഷമുണ്ട് കിട്ടിയെന്ന് അറിഞ്ഞതിൽ. 2 ദിവസം ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു. കാരണം വെച്ചാൽ ഇത്രയും പോലീസ് ഇങ്ങനെ നീക്കങ്ങളൊന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളെ ഏട്ടനെ തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിലും ഇനി കിട്ടില്ല. പക്ഷെ ഇനി നമുക്കൊരു നല്ലൊരു നീതി ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കസ്റ്റഡിയിൽ എടുത്ത സ്ഥിതിക്ക് നല്ല എന്താ പറയുക മുന്നോട്ടേക്ക് നല്ല നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പിന്നെ നല്ല രീതിയിൽ എന്താണോ നിയമത്തിന്റെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യണം എന്നാണ് ഞങ്ങളൊരു ശിക്ഷ കൊടുക്കണം. ശൂന്യത ഒഴിവാക്കാൻ കഴിയില്ല, പക്ഷേ കനത്ത ശിക്ഷ തന്നെ വേണമെന്നാണ്. ശൂന്യത ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പം മാമിക്ക് മാമനായിട്ടുണ്ടെങ്കിൽ ആരും ഇല്ല, വേറെ ആരും ഇല്ല. കാരണം അവർക്ക് ഒരിക്കലും വേറൊരു മകനെയോ മകളെയോ കൊടുക്കാനുള്ളത് അവർക്കില്ല. പക്ഷെ നമുക്ക് മുന്നിൽ ഇനി നീതി ഉറപ്പാക്കുക. എന്താണോ അവർക്ക് ആ ശിക്ഷ കൊടുക്കുക, കഠിനമായിട്ടുള്ള നല്ല ശിക്ഷ കൊടുക്കുക. കാരണം ഇത്രത്തോളം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും. ഇവരുടെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് മാറാൻ കഴിയുന്നില്ല. കാരണം ഇനിയും ഒരാൾ കൂടി നഷ്ടമാവുക എന്ന് വെച്ചാൽ ഞങ്ങൾക്കത് ചിന്തിക്കുന്നതിനുപരിയാണ്, ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. അപ്പൊ ഇനി ഇവരെ മനസ്സിനൊരു ആശ്വാസം എന്ന് പകരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അതിൻ്റെതായ രീതിയിൽ നല്ല ശിക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ്. ഏതായാലും വൈകാരികമായ പ്രതികരണം തന്നെയാണ് അവരുടെ ഭാഗത്ത് വരുന്നത്. കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നുള്ള ആവശ്യം അവരുടെ ഭാഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. വീട്ടുകാർക്കൊപ്പം അയൽവാസികളൊക്കെ ഇവിടെയുണ്ട്. എന്താണ് പറയാനുള്ളത്? അയൽവാസിയല്ല, അവന്റെ ചേട്ടന്റെ ഭാര്യയാണ്.
എനിക്കും തന്നെയാണ് പറയാനുള്ളത്. നല്ലൊരു മോനായിരുന്നു. ഞാൻ വരുമ്പോൾ അവന് 4 മാസമായിട്ടുള്ളായിരുന്നു എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ. ആ 4 മാസം അന്ന് തൊട്ടേ ഞങ്ങൾക്ക് നല്ലൊരു മോനായിരുന്നു. അപ്പോൾ അപ്പനെ ഇളയമയ്ക്കും വേറെ ആരും ഇല്ല, ആ ഒരു ഒറ്റ മോൻ തന്നെയുള്ളൂ. അപ്പോൾ അവൾക്ക് അതിന് വേണ്ട നീതി നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവരുത്. എനിക്കുണ്ട് 2 ആൺകുട്ടികൾ, അവരും ഇങ്ങനെ ബസ്സിലൊക്കെ പോകേണ്ടതല്ലേ. ഇനിയും ഇങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അവർക്ക് ആണുങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക അതിനുള്ളത്. എന്താ ദീപകിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത്. വലിയ നിരാശ അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയ ദുഃഖം അവർക്കുണ്ട്. ഈ ഒരു അവസരത്തിൽ തന്നെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോലീസ് വരണമെന്നതാണ്. കാരണം അവർ ഇവിടെ എത്തിച്ചതിന് ശേഷം ഈ അച്ഛന്റെയും അമ്മയുടെ കണ്ണുനീര് അതെന്താണെന്ന് അവർ തിരിച്ചറിയണം എന്നുള്ള ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ കടുത്ത ശിക്ഷ ഉറപ്പുവരുത്താൻ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്തുനിന്ന് എല്ലാ നടപടിയും ഉണ്ടാവണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ദീപകിന്റെ കുടുംബത്തിന്റെ വാക്കുകളാണ് കേട്ടത്.